അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ മുനമ്പം വഖഫ് ഭൂമിയെ വഖഫ് അല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഇസ്ലാമിക പ്രമുഖർ എന്ന് പറയുന്നത് നമുക്കൊക്കെ വളരെയധികം ബഹുമാനമുള്ള നമ്മുടെ തങ്ങൾ, പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഹുസൈൻ മടവൂർ, ഫസൽ ഗഫൂർ, അതുകൂടാതെ ഫാറൂഖിൻ്റെ അധികാരികൾ, ഇവരുടെയൊക്കെ കൂട്ടത്തിലേക്ക് ഇതാ ഒരു പുതിയൊരു വ്യക്തി കൂടി വന്നു ചേർന്നിട്ടുണ്ട്. അദ്ദേഹമാണ് ex-MLA PV അൻവർ. അദ്ദേഹം 20-ാം തീയതി സമരപന്തലിലെത്തിയിട്ട് 100 ദിവസം തികയുന്നതിലൊരു ഉദ്ഘാടനമൊക്കെ നടത്തിക്കൊണ്ട് അദ്ദേഹം ഇത് വഖഫ് സ്വത്തല്ല, അതുകൊണ്ടാണ് ഇത് ക്രയവിക്രയം നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, ഞാനിപ്പോ റെപ്രസെന്റ് ചെയ്യുന്നത് തൃണമൂൽ കോൺഗ്രസ്, ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിനെ. ആ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനർ എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ സമരത്തിൽ ഇന്ന് ഈ 100-ാം ദിനത്തിൽ ഇവിടെ വരുന്നതും ഇവർക്ക് ധാർമ്മികമായ പിന്തുണ നൽകുന്നതും. 20-ാം തീയതി അദ്ദേഹം സമരപന്തലിൽ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തി കഴിഞ്ഞപ്പോൾ അള്ളാഹു ഇദ്ദേഹത്തെ പിടികൂടി. 23-ാം തീയതി പത്രവാർത്ത ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്: പാഠഭൂമി, PV അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം. ഇത് ജനുവരി 23-ാം തീയതി വ്യാഴാഴ്ചയിലെ പത്രമാണ്. ആ പത്രത്തിൽ പറയുന്ന റിപ്പോർട്ട്: പാഠഭൂമി, PV അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം. തിരുവനന്തപുരം ആലുവയിലെ 11 ഏക്കർ പാട്ടഭൂമി കൈവശപ്പെടുത്തിയതിന് മുൻ MLA PV അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം. ആലുവ എടത്തലയിൽ 99 വർഷത്തെ പാട്ടത്തിന് നൽകിയ ഭൂമി PV അൻവർ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയെന്നാണ് ആരോപണം. പാട്ടഭൂമി സ്വന്തം പേരിലാക്കി പോക്കുവരവ് നടത്തി ഈ സ്ഥലം ഈടുവെച്ച് 14 കോടി രൂപ വായ്പ എടുത്തുവെന്നും പരാതിയുണ്ട്. കൊല്ലം സ്വദേശിയായ വ്യവസായി മുകേഷ് നരേന്ദ്രനാണ് പരാതിക്കാരൻ. നമുക്ക് മുനമ്പം വഖഫ് വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഈ സംസാരം MLA അൻവറിൻ്റെ അടുത്തേക്ക് എത്തുകയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിയുമെങ്കിൽ വീഡിയോ ഒന്ന് അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുക. അദ്ദേഹത്തിന് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. തൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഇത് സബ് രജിസ്ട്രാർ ഓഫീസ് വെരിഫൈ ചെയ്ത് സൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണല്ലോ, അപ്പോൾ ഈ ഡോക്യുമെന്റ് വാലിഡ് ആണെന്ന് അദ്ദേഹം പറയുന്നത്. പത്രക്കാരെ, നിങ്ങൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മൾ പണം കൊടുത്തൊരു ഭൂമി വാങ്ങുമ്പോൾ ലീഗൽ വാലിഡ് അല്ലാത്തൊരു ഭൂമി എങ്ങനെയാണ് രജിസ്ട്രേഷൻ അതോറിറ്റി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക? സർക്കാരിന്റെ ഉത്തരവാദിത്തം അവിടെ തുടങ്ങുകയാണ്. ഒരു വ്യക്തി ഒരു ഭൂമി വാങ്ങുമ്പോൾ ഈ ആധാരങ്ങൾ പരിശോധന നടത്തി, അതിന്റെ അടിയാധാരങ്ങൾ പരിശോധിച്ച്, അതിന്റെ FMB പരിശോധിച്ച്, കേരളത്തിന്റെ നിയമവിധേയമായ ഭൂമിയാണോ എന്ന് അത് പരിശോധിക്കുന്ന ഉത്തരവാദിത്തമാർക്കാണ്? രജിസ്ട്രേഷൻ വകുപ്പിനാണ്. അതിനാണ് ഒരു രജിസ്ട്രേഷൻ അതോറിറ്റി, ലാൻഡ് രജിസ്ട്രേഷൻ അതോറിറ്റി ഇവിടെ ഉള്ളത്. അവരിത് പരിശോധിക്കുന്നു. ഇത് ഭൂമിയാണ്, യഥാർത്ഥ ഭൂമി ആയതുകൊണ്ട് രജിസ്ട്രേഷൻ നടക്കുന്നു. ഇത് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു പ്രസ്താവനയാണ് ex-MLA അൻവർ സാഹിബ് നടത്തിയിരിക്കുന്നത്. കാരണം പഴയ കാലത്തൊക്കെ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അത് വക്കീലിൻ്റെ അടുത്ത് പോലും ആരും പോവില്ല, എഴുത്തുകാരുടെ അടുത്താണ് പോവുക. അങ്ങനെ എഴുത്തുകാർ അത് എഴുതിയുണ്ടാക്കിയിട്ട് സബ് രജിസ്ട്രാറുടെ ഓഫീസിൽ പോയിട്ട് ഒരു മാമൂൽ അവിടെ കൊടുക്കേണ്ടതുണ്ട്. ആ മാമൂല് കൊടുക്കുമ്പോൾ രജിസ്ട്രാർ അത് ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1982 കൊച്ചിയിൽ ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന സമയത്ത് അതിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ വാങ്ങിച്ച സമയത്ത്, അന്ന് ഞാൻ ഗൾഫിലാണ്, സബ് രജിസ്ട്രാർ ഓഫീസിൽ ഞാൻ പോയിട്ടേ ഇല്ല. എൻ്റെ പേരിൽ ആ പ്രോപ്പർട്ടി ഇന്നുമുണ്ട്. അതുകൂടാതെ പിന്നീട് പല പ്രോപ്പർട്ടികൾ വാങ്ങിച്ചപ്പോഴൊക്കെയും തന്നെ സബ് രജിസ്ട്രാർ ഓഫീസിൽ ഞാൻ പോയിട്ടേ ഇല്ല. എന്തിനധികം പറയുന്നു, ഈ 2024-25 കാലഘട്ടത്തിലും പാട്ടഭൂമിക്ക് പട്ടയം നേടിയെടുക്കാൻ അൻവറിന് സബ് രജിസ്ട്രാർ ഓഫീസ് മുഖേന കഴിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയാണ് അൻവർ ഇത്തരത്തിലുള്ളൊരു ചലഞ്ച്, എല്ലാ ഭൂമിയും സർക്കാർ നോക്കി അന്വേഷിച്ച് കൃത്യപ്പെടുത്തിയിട്ടാണ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു വീരവാദം, അത് തെറ്റാണല്ലോ. ആലുവ എടത്തലയിൽ 99 വർഷത്തെ പാട്ടത്തിന് നൽകിയ ഭൂമി PV അൻവർ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയെന്നാണ് ആരോപണം. ഇത് തന്നെയാണ് മുനമ്പത്ത് നടന്നിരിക്കുന്നത് എന്ന് അൻവറിന് നന്നായിട്ടറിയാം. അന്ന് മുനമ്പത്ത്
ഈ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നവർക്കൊന്നും തന്നെ രജിസ്ട്രാർ ഓഫീസിൽ പോകേണ്ട ഒരു ആവശ്യവും വന്നിട്ടില്ല. അവരുടെ പേരിൽ അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നു. ഇതിന്റെ പിന്നിൽ ഒരു മാഫിയ ഉണ്ട്. ആ മാഫിയ എന്ന് പറയുന്നത് ഒന്ന് MV പോൾ. ഈ MV പോളാണ് ഈ പ്രോപ്പർട്ടി കൊണ്ടുപോയിട്ട് രൂപത എന്നും പറഞ്ഞ് നടക്കുന്ന ഈ അച്ഛന്മാരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നത്. അച്ഛന്മാരാണ് ഇത് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. അൻവറിന്റെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്, ഒരു മുസ്ലിമിന് ഈ പ്രോപ്പർട്ടി വിറ്റിട്ടില്ല. ഒരു 3 സെന്റ് സ്ഥലം അവിടെ ഒരു മുസ്ലിമിന് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. മുനമ്പത്തി 400 ഏക്കർ സ്ഥലത്ത് ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ അച്ഛന്മാർ ഈ പ്രോപ്പർട്ടിയൊക്കെ ക്രിസ്ത്യാനികൾക്ക് മാത്രമായി വിറ്റിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഈ ഗ്രൂപ്പിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് പല വിഷയങ്ങളിലും വിലപേശാനുള്ള ഉദ്ദേശം അവർക്കുണ്ട്. അത് രാഷ്ട്രീയപരമായിട്ടാണെന്നുണ്ടെങ്കിലും അതോ സഭാപരമായിട്ടാണെന്നുണ്ടെങ്കിലും 2 നിലക്കും വിലപേശണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടായി വരിക എന്നുള്ളത് ഈ അച്ഛന്മാരുടെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് അവർ ഈ പ്രോപ്പർട്ടി ക്രിസ്ത്യാനികൾക്ക് മാത്രം വിട്ടുകൊടുത്തിരിക്കുന്നത്. ഈ ഒരു വിഷയം വസ്തുനിഷ്ഠമായി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1950 ഫറൂഖ് കോളേജിന് ദാനമായി സിദ്ദീഖ് സേട്ട് നൽകിയ ഭൂമിയാണ് ഈ പറയുന്ന, അദ്ദേഹം കൊടുത്ത രേഖാപ്രകാരം 400 ചില്ലാനം ഏക്കറുണ്ട്. ഇതിൽ ആദ്യത്തെ വിഷയം അന്ന് 400 ചില്ലാനം ഏക്കർ ഉണ്ടോ എന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ സാറ്റലൈറ്റ് സർവേയും അതേപോലെ തന്നെ ഡിജിറ്റൽ സർവേയും ഒക്കെ വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഈ കാലത്ത് ഇത് ശരിക്കും അളക്കണം. ഇതിനൊക്കെയാണ് അൻവർ മുൻപോട്ട് വരേണ്ടത്. അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വിഷയം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ ഈ മദ്യമാഫിയയും റിസോർട്ട് മാഫിയയും അവരെയൊക്കെ സംബന്ധിച്ച് അതിന്റെ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ മറ്റു കയ്യേറ്റക്കാര്, മറ്റു ഈ പറയുന്ന റിസോർട്ട് മാഫിയകള്, ഇവിടുത്തെ എന്താ പറയാ കള്ളു കച്ചവടക്കാര്, അവരെയൊക്കെ ഉണ്ടെങ്കിൽ അത് നിയമത്തിന്റെ വഴിയിൽ അതിനെ നേരിടേണ്ട, അവരെ ഇവിടുന്ന് എക്സിക്യൂട്ട് ചെയ്യേണ്ടവരാണ്. ദാറ്റ് ഈസ് കറക്റ്റ്. ബാക്കി അത് കഴിഞ്ഞ് ഇവിടെയുള്ള ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെ വിക്ടിമൈസ് ചെയ്തിരിക്കുകയാണ്, അവരെ കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അവരെ കബളിപ്പിക്കാൻ കാരണം അച്ഛന്മാരാണ് അവരെ കബളിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇവരുടെ മറവിൽ ഈ വൻ മാഫിയകളുടെ സ്വത്തുക്കൾ, അതേപോലെ തന്നെ അച്ഛന്മാരുടെ ഈ പള്ളി അവർ കൈയടക്കി വെച്ചിട്ട് ഈ സ്വത്തുക്കൾ ഒക്കെയും തന്നെ ഇതിന് പട്ടയം വാങ്ങിയെടുക്കാനുള്ള, പോക്കുവരവ് നടത്തി പട്ടയം വാങ്ങിയെടുക്കാനുള്ള ഒരു കുൽസിത ശ്രമത്തിൽ നിന്നുണ്ടായതാണ് ഈ ഭൂമി കച്ചവടം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ XMLA അൻവറിനെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ താങ്കൾ പറയേണ്ടത് അള്ളാഹുവിന്റെ സ്വത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അവിടെ കബളിപ്പിക്കപ്പെട്ട് കയറി വന്നിട്ടുള്ള പാവപ്പെട്ട ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരവിടെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതല്ല, മറിച്ച് അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതായിരിക്കണം താങ്കൾ പറയേണ്ടത്. കാരണം ഈ 404 ഏക്കർ അല്ലെങ്കിൽ എത്ര ഏക്കറാണോ ഉള്ളത് അത്രയും സ്ഥലം അവിടെ അത് മുഹമ്മദ് സിദ്ദീഖിന്റെ അനന്തരാവകാശികൾ മുത്തവല്ലിയായി വന്നുകൊണ്ട് ഇതിനെ വഖഫായി നിർത്തുന്ന സമയത്ത് ഇവിടെ ഇത് ഒരു ടൗൺഷിപ്പായി മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ വിദ്യാഭ്യാസ സമുച്ചയങ്ങളുണ്ടാകും. ഇതിന്റെ വാക്കഫിയുടെ അദ്ദേഹം തന്റെ ആത്മശാന്തിക്ക് വേണ്ടി വഖഫ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിക്കകത്ത് അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ സിദ്ദീഖ് സേട്ടിന്റെ അനന്തരാവകാശികൾ അവിടെ പടുത്തുയർത്തും. അവിടെ മെഡിക്കൽ കോളേജ് ഉണ്ടാവും, ലോ കോളേജ് ഉണ്ടാവും, ആയുർവേദ കോളേജ് ഉണ്ടാവും, നഴ്സിംഗ് കോളേജുകൾ ഉണ്ടാവും. നിസ്സാരമായ ഫീസിന് അല്ലെങ്കിൽ ഫീസില്ലാതെയും അവിടെ സ്റ്റുഡൻസിന് പഠിക്കാൻ കഴിയും. പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും താമസിക്കാനുള്ള ബിൽഡിംഗ് സമുച്ചയങ്ങളുണ്ടാവും. അവിടെ ബിസിനസ്സുകൾ നടക്കും. ഇതിൻ്റെയൊക്കെ പ്രയോജനം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അതുണ്ടാകും. അതിനുവേണ്ടിയാണ് അൻവർ ശ്രമിക്കേണ്ടത്. സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടത് ഇവരെ പുനരധിവസിപ്പിക്കാനാണ്. കാരണം സർക്കാരിന്റെ തന്നെ ഏകദേശം 100 ഏക്കർ ഇതിൽ പെട്ടുകിടക്കുന്നുണ്ട്. അത് കൈവശം വെച്ചിരിക്കുന്നവരാണ് കണ്ടമാനം പൈസ പൊടിച്ചുകൊണ്ട് ഈ സമരപ്പന്തലിൽ സെലിബ്രിറ്റീസിനെ വിളിച്ചുകൊണ്ടുവന്ന് കാശ് ചെലവാക്കിയിട്ട് അവരെ കൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു പോംവഴി എന്തെന്നാൽ ഈ പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റുകളൊക്കെ എത്രയുണ്ട്, ആ ഡോക്യുമെന്റിൽ എത്ര സ്ഥലമുണ്ട്, അവർ വളച്ചു കെട്ടിയിരിക്കുന്ന എത്ര സ്ഥലമാണ്, ഇവിടെയുള്ള ക്രിസ്ത്യൻ ചർച്ച് അച്ഛന്മാർ അവരുടെ ചർച്ചിന് എത്ര സ്ഥലമാണ് രജിസ്റ്റർ ചെയ്ത് കിട്ടിയിരിക്കുന്നത്, എന്നാൽ ചർച്ചിന്റെ അണ്ടറിൽ എത്ര സ്ഥലമുണ്ട് എന്ന് അവർക്ക് വെളിപ്പെടുത്താൻ ധൈര്യമുണ്ടോ? ഈ വക സത്യങ്ങളൊക്കെ നേർക്ക് നേരെ വെളിപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ സ്വത്തിന് ഒരു റീസർവേ നടക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലാസ്റ്റ് ടൈം സർവേ നടന്നു കഴിഞ്ഞപ്പോൾ
അതിനകത്ത് വഖഫ് ബോർഡ് ഉണ്ടായിരുന്നില്ല. ഇനി അൻവർ സാഹിബിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി വേറൊരു വിഷയം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, അൻവർ സാഹിബ് പറയുന്നത് ഈ സ്വത്ത് ക്രയവിക്രയാധികാരം നൽകിയത് കൊണ്ട് അത് വിറ്റു, അങ്ങനെ വിൽക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. 1950 സിദ്ദീഖ് സേട്ട് കൊടുത്തിട്ടുള്ള രേഖകളിൽ കൃത്യമായി പറയുന്നത് ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടു കൂടി ഈ കോളേജിന്റെ ഉന്നമനത്തിന് അത് ഉപയോഗിക്കാമെന്നാണ്. ആ ക്രയവിക്രയ സ്വാതന്ത്ര്യം അനുവദിച്ച് കൊണ്ടുള്ള ആ ആധാരത്തിന്റെ ആ ഗണ്ണിക ഉപയോഗപ്പെടുത്തിയാണ് കോളേജ് പല ഘട്ടങ്ങളിലായി ഈ ഭൂമി വിറ്റിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വഖഫ് പ്രോപ്പർട്ടിയിൽ ക്രയവിക്രയാധികാരം ഉണ്ട് എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. അതങ്ങനെ എടുത്ത് ആരും ക്രയവിക്രയാധികാരം ഉണ്ടെന്നോ അല്ലെങ്കിൽ ക്രയവിക്രയാധികാരം ഇല്ല എന്നോ പറയുകയില്ല. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വഖഫാവുകയില്ല. ചില വഖഫാണെങ്കിലും ദാനമാണെങ്കിലും സ്പെസിഫിക് ആയിട്ട് അതിൽ പറയും, ഈ ഭൂമി ഒരു കാരണവശാലും വിൽക്കാൻ പാടില്ല, ഈ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടൂ എന്ന് കൃത്യമായും പറയും. വഖഫ് പ്രോപ്പർട്ടിയിൽ ക്രയവിക്രയാധികാരം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വഖഫാവുകയില്ല. കാരണം ഒരു വഖഫ് പ്രോപ്പർട്ടിക്കകത്ത് ഒരു നല്ലൊരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗ് നല്ല വരുമാനവുമുണ്ട്. പക്ഷേ ആ ബിൽഡിംഗ് ഒരുപക്ഷെ താഴോട്ട് ഇരുന്നു പോയി അല്ലെങ്കിൽ വീണുപോയി, ഡാമേജായി. അത് കൊണ്ടു നടക്കുന്ന മുത്തവല്ലിമാരെ സംബന്ധിച്ചിടത്തോളം അതിനെ റീകൺസ്ട്രക്ട് ചെയ്യാൻ പൈസയില്ല. അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ ഈ പ്രോപ്പർട്ടി വിറ്റേ മതിയാവും, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ ഒരു ഭാഗം വിറ്റേ മതിയാവും. വിറ്റിട്ട് വേണം ഇതിനെ ബാക്കി ഡെവലപ്പാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ ഇതിനകത്ത് ക്രയവിക്രയാധികാരം ഇല്ല എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് വഖഫാവുക? എങ്ങനെയാണ് ഈ പ്രോപ്പർട്ടി ഹാൻഡിൽ ചെയ്യാൻ കഴിയുക? അപ്പോൾ ക്രയവിക്രയാധികാരം ഉള്ളത് ഒരു അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇവിടെ അൻവർ സാഹിബ് ഒരു കാര്യം പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ, ഫാറൂഖ് കോളേജ് ക്രയവിക്രയാധികാരത്തെ ദുരുപയോഗപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. 1961 എറണാകുളത്ത് വഖഫ് ബോർഡ് സുസ്ഥാപിതമായി. അതിനുശേഷം വിൽക്കുന്ന എല്ലാ വിൽപ്പനകളും വഖഫ് ബോർഡിന്റെ അനുവാദത്തോടു കൂടി മാത്രമേ ഫാറൂഖ് കോളേജിന് വിൽക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെയുള്ള വിൽപ്പനകളെല്ലാം തന്നെ അസാധുവാണ്. അപ്പോൾ ഈ നിലക്ക് വഖഫ് നിയമം അനുസരിച്ച് കഴിഞ്ഞിട്ട് മുനമ്പത്ത് വിറ്റിട്ടുള്ള ഈ വിൽപ്പന പത്രങ്ങളെല്ലാം തന്നെ സാധുവല്ല, ഇതെല്ലാം അസാധുവാണ്. കാരണം വഖഫ് ബോർഡിന്റെ അനുവാദം ഇല്ലാതെയാണ് വിറ്റിരിക്കുന്നത്. ഇത് വഖഫ് സ്വത്താണെന്ന് 2 സ്ഥലത്ത് പറയുകയും കരുണാനിധിയുമായ ഏക ഇലാഹിന്റെ തിരുനാമത്തിൽ എന്ന് പറഞ്ഞ് തുടങ്ങുകയും എൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി ഇസ്ലാമികമായിട്ടുള്ള വിദ്യാഭ്യാസം നടക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഈ വഖഫ് രേഖയിൽ ഇത് വഖഫ് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അപ്പോൾ വഖഫ് പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ വഖഫ് ബോർഡിന്റെ അനുവാദമില്ലാതെ വിറ്റിരിക്കുന്നത് അസാധുവാണ് എന്ന് നമ്മുടെ സഹോദരൻ അൻവർ മനസ്സിലാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ ഈ മുഹമ്മദ് സിദ്ദീഖ് സേട്ടിനെ ഫാറൂഖ് കോളേജ് ചതിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിച്ചിട്ട് ഇതിൽ ക്രയവിക്രയാധികാരം എഴുതിപ്പിച്ചതാണ്. അതിന്റെ വിലയും അദ്ദേഹത്തെ കൊണ്ട് എഴുതിപ്പിച്ചതാണ്. കാരണം തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന് പറയുന്ന പ്രൊഫസർ കെ.എ. ജലീലിന്റെ പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന് പറയുന്ന പുസ്തകം പ്രൊഫസർ കെ.എ. ജലീൽ എഴുതിയിരിക്കുന്ന തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന പുസ്തകം, ഈ പുസ്തകത്തിന്റെ 108 പേജിലേക്ക് പോകാം. തിരിഞ്ഞു നോക്കുമ്പോൾ 108 പേജ്. 108 പേജിൽ ഇവിടെ വായിക്കാം: 2ാം കൊല്ലമായപ്പോൾ എൻഡോമെന്റ് ഫണ്ട് പൂർത്തിയാക്കുന്നത് സംബന്ധിച്ച് മദിരാസി സർവകലാശാല ഓർമ്മക്കുറിപ്പുകൾ അയച്ച് നിർബന്ധിച്ചു തുടങ്ങി. 1948 ഫാറൂഖ് കോളേജിന്റെ തുടക്കം കുറിക്കുന്നത്. അങ്ങനെ 1949-50 ഈ കാലഘട്ടത്തിൽ ഫാറൂഖ് കോളേജിന് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഫിലിയേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അഫിലിയേഷന്റെ ഫീസ് 5 ലക്ഷം രൂപ കൊടുക്കാം എന്ന് ഇവർ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പൈസ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മദ്രാസി സർവകലാശാല ഓർമ്മക്കുറിപ്പുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നു. ഇവർ തരാം എന്ന് പറഞ്ഞ് നിർത്തി. അങ്ങനെ ആ സമയത്ത് ഈ ഫാറൂഖ് കോളേജ്, അത് ഫാറൂഖ് കോളേജല്ല, ഫക്കീർ കോളേജ് ആയിരുന്നു. കാരണം 10 ചില്ലിക്കാശ് കയ്യിലില്ല. നാട്ടുകാരുടെ കീശയിൽ കിടക്കുന്ന കാശ് അതിനെ സ്വരുക്കൂട്ടിയിട്ട് വേണം 5 ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട്. ധനശേഖരണത്തിന് കൊണ്ടുപിടിച്ചുള്ള ശ്രമം നടക്കുകയായിരുന്നു. എല്ലാ വാതിലുകളും മുട്ടിക്കൊണ്ടിരുന്നു. എത്രയായിട്ടും എല്ലാ ആവശ്യങ്ങൾക്കും പണം തികയ്ക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. കണ്ടല്ലോ. അപ്പോൾ ഈ ഫക്കീർ കോളേജിന് ഇവരുദ്ദേശിക്കുന്ന 5 ലക്ഷം ഉണ്ടാക്കാൻ കഴിയുകയുണ്ടായിരുന്നില്ല. എൻഡോമെന്റ് ഫീസ് കൊണ്ടുപോയി കൊടുക്കണം സർവകലാശാലയിലേക്ക്. ഇനി ഇവരെത്ര സമ്പാദിച്ചു എന്നിവിടെ കാണാം. നേരത്തെ ഉണ്ടായിരുന്ന 1 ലക്ഷം ഉറുപ്പികയും പിന്നീട് പിരിച്ചുണ്ടാക്കിയ തുകയും എല്ലാം ചേർത്ത് 1,70,70,000 ഉറുപ്പികയും ഗവൺമെന്റ് കടപ്പത്രം 1986 3% ബോണ്ട് സ്വരൂപിച്ച് മദിരാശി സർവകലാശാലയെ എത്തിച്ചു.
അങ്ങനെ ഇത്രയും തുക മദ്രാസ് സർവകലാശാലയിലേക്ക് എൻഡോമെന്റ് ഫീസായിക്കൊണ്ട് അഫിലിയേഷന് വേണ്ടിയിട്ട് കൊടുക്കുകയുണ്ടായിരുന്നു. എത്രയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? 1,70,70,000 ഉറുപ്പിക. ബാക്കിയുള്ള തുകയ്ക്ക് ഭൂസ്വത്തായാലും മതിയാകുമെന്ന് അനുമതിയും നേടി. കാരണം ക്യാഷ് കിട്ടുന്നില്ല, ക്യാഷ് ആളുകളുടെ അടുത്തില്ല, ക്യാഷ് കിട്ടുന്നില്ല. അപ്പോൾ ഭൂസ്വത്തായാലും മതി എന്ന് അനുമതി നേടി. ഇവർ ചോദിച്ചിട്ട് അനുവാദം മേടിച്ചതാണ്, ഭൂസ്വത്ത് കൊണ്ടുവരട്ടെ എന്ന്. അപ്പോൾ ഇതിന് അനുമതി കൊടുത്തതാരാണ്? അത് ഇവിടെ നിങ്ങൾക്ക് കാണാം. അതിന് അനുമതി കൊടുത്തിരിക്കുന്നത് വൈസ് ചാൻസലറാണ്, ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ. ഇദ്ദേഹം മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ്. ഇദ്ദേഹമാണ് പറഞ്ഞത്, നിങ്ങൾ ഭൂസ്വത്തിന്റെ കടലാസുകൾ കൊണ്ടുവരൂ, ഈ ഭൂസ്വത്തിന്റെ പേപ്പറുകൾ അതിനെ കൊലാറ്ററൽ സെക്യൂരിറ്റിയായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഫിലിയേഷൻ നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡോക്ടർ ആർക്കോട്ട് ലക്ഷ്മണസ്വാമി മുതലിയാർ. പക്ഷെ അദ്ദേഹം ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കൊണ്ടുവരുന്ന ഡോക്യുമെന്റിനകത്ത് ക്രയവിക്രയാധികാരവും പിന്നെ ആ പ്രോപ്പർട്ടിയുടെ വിലയും കാണിച്ചിരിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. ക്രയവിക്രയാധികാരം വേണം എന്ന് ഡോക്ടർ ആർക്കോട്ട് ലക്ഷ്മണസ്വാമി മുതലിയാർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഫാറൂഖ് കോളേജ് മുഹമ്മദ് സിദ്ദീഖിനോട് ആവശ്യപ്പെട്ടിട്ടാണ് അദ്ദേഹത്തെ കൊണ്ട് ഇതിനകത്ത് ക്രയവിക്രയാധികാരം എഴുതിപ്പിച്ചത്. കണ്ടല്ലോ. അപ്പൊ ഇവിടെ ഫാറൂഖ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോപ്പർട്ടിക്ക് ഇത്ര വാല്യൂ ഉണ്ടെന്ന് കാണിക്കണം. എങ്കിൽ മാത്രമാണ് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള 5 ലക്ഷം രൂപയിലേക്ക് ഈ പ്രോപ്പർട്ടി വിലയിരുത്താൻ കഴിയുകയുള്ളൂ. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, മുഹമ്മദ് സിദ്ദീഖ് സേട്ട് എന്ന് പറയുന്ന വ്യക്തി ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ജിംബുബായിൽ നിന്ന് 5,500 രൂപയ്ക്ക് മാത്രമാണ്. 2 കൊല്ലത്തിന് ശേഷം എങ്ങനെ 1 ലക്ഷം രൂപ അതിന് വില വന്നു? പക്ഷേ അദ്ദേഹം ഈ വാങ്ങിച്ച 2 വർഷത്തിൽ ഒരുപാട് തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, തെങ്ങിൻ തൈകൾ. ഏകദേശം നല്ല ഹൈറ്റിലൊക്കെ തൈകൾ വന്നിട്ടുണ്ട്. ഒരു 4-5 വർഷങ്ങൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് വിളവെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള തൈകളൊക്കെ അവിടെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിന് തയ്യപ്പ് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അത് ഈ 5,000-ന്റെ ഒരു 10 ഇരട്ടി കൂട്ടിക്കഴിഞ്ഞാലും 50,000 രൂപയുടെ വരുവുള്ളൂ. പക്ഷെ എങ്ങനെ 1 ലക്ഷം രൂപ വന്നു? അതും ഫാറൂഖ് കോളേജ് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ കൊണ്ട് എഴുതിച്ചതാണ്. കാരണം മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ഈ പ്രോപ്പർട്ടിയുടെ ഈ കടലാസിന് 1 ലക്ഷം രൂപ വിലയുണ്ടെന്ന് അവർ വിലയിരുത്തണം. അങ്ങനെ 5 ലക്ഷം രൂപ അവർക്ക് കിട്ടാനുള്ളതിലേക്ക് പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ് ആയിട്ടും കടപ്പത്രങ്ങളായിട്ടും ക്യാഷായിട്ടുമൊക്കെ 5 ലക്ഷം രൂപ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് അഫിലിയേഷൻ ലഭിക്കുകയുള്ളൂ. ആ ഒരു ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് സിദ്ദീഖ് സേട്ടിനെ കൊണ്ട് ക്രയവിക്രയാധികാരം എഴുതിപ്പിച്ചതാണ്. കാരണം ഈ ക്രയവിക്രയാധികാരം ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി കൊലാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് മദ്രാസ് യൂണിവേഴ്സിറ്റി എടുക്കുകയില്ല. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വഞ്ചിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെ വിശ്വാസവഞ്ചന എന്ന് പറയാം. ഫാറൂഖ് കോളേജുകാർ അതിനെ മുതലെടുത്തുകൊണ്ട് ഈ പ്രോപ്പർട്ടി മുഹമ്മദ് സിദ്ദീഖ് വിൽക്കാൻ അനുവാദം തന്നു, അതുകൊണ്ട് ഞങ്ങൾ വിറ്റു എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളത് അൻവർ സാഹിബ് അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അൻവർ സാഹിബ് ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് മുനമ്പത്തെ പ്രോപ്പർട്ടിയെ അതിനെ വക്കഫായിട്ട് നിലനിർത്തുക. സർക്കാർ ഇടപെട്ടുകൊണ്ട് അവിടെ താമസിക്കുന്ന ഈ പാവപ്പെട്ടിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ, കബളിപ്പിക്കപ്പെട്ടിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ, അവരെ പുനരധിവസിപ്പിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അവിടെ സ്വത്ത് വാങ്ങിച്ചിട്ടുള്ള ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവർ വായ തുറക്കുന്നൊരു ദിവസം വരാനിരിക്കുന്നു. അന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ രൂപതയിൽപ്പെട്ടിട്ടുള്ള ഇന്ന അച്ഛന്മാരാണ് ഞങ്ങളുടെ അടുത്ത് കമ്മീഷൻ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങളെ ഭൂമി വാങ്ങിപ്പിച്ചത് എന്ന് ഇതൊക്കെ ഒരു കാലത്ത് പുറത്തു വരാനിരിക്കുന്നു. അന്ന് നമ്മളൊക്കെ ഞെട്ടും. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ അൻവർ സാഹിബിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, താങ്കൾ വന്ന് അള്ളാഹുവിൻ്റെ സ്വത്തിനെ നാമാവിശേഷമാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ താങ്കളുടെ സ്വത്തിനെ അള്ളാഹു പിടികൂടിയിരിക്കുന്നു. ഇത് താങ്കൾക്കുള്ളൊരു മുന്നറിയിപ്പാണ്. അപ്പോൾ താങ്കൾ തൗബ ചെയ്യുക, എന്നിട്ട് അള്ളാഹുവിൻ്റെ സ്വത്തിനെ നിലനിർത്തേണ്ട വിഷയത്തിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ആവുക എന്ന ഒരു റിക്വസ്റ്റോട് കൂടിയിട്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.